ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ വി ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് 2011 മോഡൽ റിറ്റ്സ് VDI ഡീസൽ വേർഷനാണ്. അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്താൽ വളരെ ഉപകാരം. അപ്പോൾ നമുക്ക് ബോറടിപ്പിക്കാണ്ട് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ബോണറ്റ് തന്നെ ആയിക്കോട്ടെ. ബോണറ്റ് ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്, വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും റൈറ്റ് സൈഡ് ഫുള്ളി റീപെയിൻറ്റഡ് ആണ്. ടയർ കണ്ടീഷൻ ഓവറേജ് കണ്ടീഷനാണ്. ഇങ്ങനെ ഒരു 2000-3000 കിലോമീറ്റർ ഓടാനുള്ളൂ. ഒരു പീസ് അടർന്നു പോയിട്ടുണ്ട് ടയർ. ഡോറും ഗ്ലാസ് കമ്പനി ഡോറ് തന്നെ. ഒരു പോർഷനിലായിട്ട് ചെറുതായിട്ടൊരു വർക്ക് നടന്നിട്ടുണ്ട്. ഈ ഒരു പോർഷനായിട്ട് ഇത്രയും പോർഷൻ വരെ വണ്ടി രണ്ടാമതൊന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്. രണ്ട് ഗ്ലാസും അതുപോലെ തന്നെ അത് മാറിയത് ഈ ഒരു റിപ്പയറിങ്ങിൻ്റെ ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ ഫലമായിട്ടായിരിക്കുള്ളൂ. രണ്ട് ഗ്ലാസും ഡോറും റീപ്ലേസിങ് ഇല്ല, പക്ഷെ ഉള്ളിൽ ആ പില്ലർ കഴിഞ്ഞ് വരുന്നിട്ടുള്ള ഒരു പോർഷനിൽ വർക്ക് കിടന്നിട്ടുണ്ട്. ബാക്ക് ഡോറും ഗ്ലാസും റീപ്ലേസിങ് കാര്യങ്ങളൊന്നുമില്ല, തുരുമ്പില്ല, അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ നമുക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടൊരു സ്ക്രാച്ച് ഉണ്ട്. റൈറ്റ് സൈഡ് ബാക്ക് ഡോറിൻ്റെ ഒരു പോർഷനിൽ ഒരു സ്ക്രാച്ച്. ഇവിടെ ഇത്തിരി പെയിൻറ്റ് പോയിട്ടുണ്ട് വീലാർച്ചിൻ്റെ അവിടെയായിട്ട്. ബാക്കിലെ ടയർ കണ്ടീഷൻ ആണെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല. ആവറേജിലും കുറച്ചും കൂടി കൂടുതലുണ്ട്. ഒരു 5000-6000 കിലോമീറ്ററൊക്കെ ഓടാനുള്ള ഒരു ടയറുണ്ട്. ബാക്ക് പോർഷൻ നോക്കിയാലും ഈ ഒരു പോർഷനിൽ വർക്ക് നടന്നിട്ടുണ്ട് ഓൾറെഡി. ഈ ഒരു പോർഷനിലൊക്കെ വർക്ക് നടന്നിട്ടുണ്ട്. ടയറും ഒരു ആവറേജ് കണ്ടീഷനാണ്. എന്തായാലും അതും റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഈ ഒരു പോർഷനിലൊക്കെ വർക്ക് നടന്നിട്ടുണ്ട്. അതായത് വണ്ടിയുടെ റൂഫിൽ എന്തോ വീഴ അങ്ങനെ എന്തോ ആക്സിഡൻറ്റ് പറ്റിയൊരു വണ്ടിയാണ്.
വേറെ ഡോർ ഗ്ലാസ്സൊന്നും റീപ്ലേസിങ് ഇല്ല. റൂഫിലാണ് വർക്ക് നടന്നിരിക്കുന്നത് വണ്ടിയുടെ മെയിനായിട്ട്. ഈ ഒരു പോർഷനിൽ കണ്ട വലിയ കാര്യമായിട്ടില്ല. ഫ്രണ്ട് ആ സൈഡ് ഉണ്ട്, ഈ ഒരു പോർഷൻ ഇല്ല. പിന്നെ മെയിനായിട്ട് ലെഫ്റ്റ് സൈഡ് ആ 2 പോർഷനാണ് മെയിനായിട്ട് വരുന്നത്. ബാക്ക് ടയർ ആയാലും ഒരു 10-11,000 കിലോമീറ്റർ ഓടാനുള്ള ഒരു ടയറുണ്ട്. റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എവിടെയായിട്ടൊരു സ്ക്രാച്ച് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോർ ഗ്ലാസും റീപ്ലേസിങ് ഇല്ല. ഫ്രണ്ട് ഡോർ ഗ്ലാസും ഡോറും റീപ്ലേസിങ് ആണ്. ഒരു പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഒരു പോർഷൻ മുതൽ നമുക്ക് വർക്ക് നടന്നിട്ടുണ്ട്. അതായത് റൂഫ് എന്തെങ്കിലും മരം വീഴുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നതായിരിക്കാം. ഫ്രണ്ടറും വലിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ടയറും ഒരു ആവറേജ് കണ്ടീഷനാണ്. ഒരു ബാക്കിൽ 2 ടയർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് 2 ടയറും ആവറേജ് കണ്ടീഷനാണ്. ഒരു 4,000-5,000 കിലോമീറ്റർ ഓടാനുള്ള ടയർസ്. പിന്നെ അണ്ടർ ബോഡി അങ്ങനെ വലിയ ദുരന്ത പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി മൊത്തത്തിൽ കാണാനായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ബമ്പറിൻ്റെ ഒരു അടിയിലൊരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. വണ്ടി മൊത്തത്തിൽ കാണാനായിട്ട് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടാൽ തന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയുടെ ഫീലിംഗ് ആണ്. വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വണ്ടി എത്ര കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻറ്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. 1,71,867 കിലോമീറ്ററാണ് വണ്ടി നിലവിൽ ഓടിയിരിക്കുന്നത്. പക്ഷെ അത്രയും കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു ക്വാളിറ്റി കുറവോ കാര്യങ്ങളോ ഒന്നും വണ്ടി പുറത്ത് നോക്കിയാൽ നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല എന്താ പറയുക, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയുടെ ഫീലിംഗ് ആണ് നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ഉള്ളത്. ഇൻറ്റീരിയറും നല്ല രീതിയിൽ തന്നെയാണ്. ഇത്രയും ഓടിയതിൻ്റെ ഒരു ഇതൊന്നും വണ്ടിയിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. റൂഫ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇൻറ്റീരിയറൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. സാധാരണക്ക് ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു ഇൻറ്റീരിയറൊക്കെ വളരെ മോശമായിരിക്കും, പരിതാപകരമായിരിക്കും. വണ്ടിക്ക് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വല്ല ലാഗോ കാര്യങ്ങളുണ്ടാകുന്നുള്ള ചെക്ക് ചെയ്യാം. വലിയ ലാഗോ കാര്യങ്ങളൊന്നുമില്ല. വേറെ വാർണിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊന്നും ഓണായി കിടപ്പില്ല. AC എങ്ങനെയാണ്, വർക്കിംഗ് കണ്ടീഷനാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. AC വർക്കിംഗ് കണ്ടീഷനാണ്, കൂളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റീരിയോ അഡീഷണൽ ആയിട്ട് പയനിയറിൻ്റെ USB ടൈപ്പ് സ്റ്റീരിയോ വണ്ടിയിലുണ്ട്. സെൻട്രൽ ലോക്കിംഗ് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോ കോപ്സിൻ്റെ ആണ്. സെൻട്രൽ ലോക്ക് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓട്ടോ കോപ്പിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ലോക്കിംഗ് പെഡൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അത്രയും ഓടിയൊരു വണ്ടിയാണെന്നുള്ളൊരു യാതൊരു ഫീലിംഗും ഇല്ല വണ്ടി കണ്ടു കഴിഞ്ഞാൽ. 2 റൂഫിൻ്റെയും 2 സൈഡിൽ വർക്ക് നടന്നിട്ടുണ്ട്. 2 ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഇത് നമുക്ക് എൻജിൻ സൈഡ് എങ്ങനെയാണെന്നുള്ളത് വേറെ എല്ലാ അബ്നോർമലായിട്ടുള്ള നോയ്സ്. വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ബാക്കിലെ വീൽ ബെയറിങ് പോയതിൻ്റെ ഒരു സൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ സസ്പെൻഷൻ്റെ ഒരു അടിയോ കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. നമുക്ക് ആ എൻജിൻ സൈഡ് ഒന്നും കൂടി ഒന്ന് നോക്കാം. അവിടുത്തെ നമുക്ക് എങ്ങനെയാണ് അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളതൊന്ന് നോക്കാം. വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണോ എന്നുള്ള കാര്യം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അതിനുള്ളൊരു ടൈം ആക്ച്വലി ഇപ്പോൾ പറഞ്ഞാൽ ഈ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യത്തിൽ.
നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ വണ്ടി നമ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സർവീസ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ തന്നെ വണ്ടിയുടെ സർവീസിൻ്റെ വാണിംഗ് ലൈറ്റ് ഓണായി കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരു മാരുതിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ കൊണ്ട് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാണിംഗ് ലൈറ്റ് ഓഫ് ആയിക്കോളും. വലിയൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമല്ല, അത് സർവീസ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ മാത്രം. നമുക്ക് എഞ്ചിൻ ഭാഗത്തേക്ക് പോകാം, അവിടെ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. എഞ്ചിൻ ഭാഗത്ത് അങ്ങനെ എഞ്ചിൻ്റെ പോർഷനിൽ വേറെ ബഹളങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, നോർമലാണ്. ലീക്കോ കാര്യങ്ങളോ അങ്ങനെ നിലവിൽ വില പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റും റീപ്ലേസ്ഡ് ആണ്. ബ്ലാക്ക് സ്മോക്ക് ഉണ്ട്. ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടി ആയത് കാരണം കാർബൺ ഡെപ്പോസിറ്റിൻ്റെ ബ്ലാക്ക് സ്മോക്ക് എന്തായാലും ഉണ്ടാകും. സത്യത്തിൽ ഈ വണ്ടിയുടെ ഒരു ഇന്റീരിയർ ക്വാളിറ്റിയും അതും പിന്നെ എക്സ്റ്റീരിയർ ക്വാളിറ്റിയും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയും 1 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെന്ന് ഒരിക്കലും പറയില്ല. ഈ വണ്ടിയുടെ കിലോമീറ്റർ ഫോർജ് ചെയ്തിട്ടൊരു 80,000 90,000 ഇട്ടാൽ പോലും നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിൽ കയറി നോക്കിയാലും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. മനസ്സിലാവില്ല പെട്ടെന്ന്. ഇത്രയും കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയുടെ യാതൊരു ഫീലിംഗും ഇല്ല ഈ വണ്ടിയിൽ. ഓടിക്കാനൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്താണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മൂത്താണ്. സസ്പെൻഷൻ്റെ വലിയ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലെ വീൽ ബെയറിങ് പോയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്, ഫ്രണ്ട് ബോണറ്റ്, ലെഫ്റ്റ് സൈഡ് ഡോർ ഗ്ലാസ്, പിന്നെ ഈ പറഞ്ഞ പോർഷൻ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ബാക്ക് പോർഷൻ ബാക്ക് വരെ റൈറ്റ് സൈഡ് ഈ ഒരു പോർഷൻ, ഇത്രയും കാര്യങ്ങളും വണ്ടിയിൽ ആക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും ഷെല്ല് കാര്യങ്ങൾ വണ്ടിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടിയും ബ്രീഫായിട്ടൊന്ന് പറയാം. വണ്ടി ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്. പക്ഷേ അതിൻ്റേതായ ഒരു ക്വാളിറ്റി കുറവോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഷെല്ല് ഓൾറെഡി ഞാൻ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും റൂഫിൻ്റെ മുകളിലുള്ള ഷെല്ല് വർക്ക് ചെയ്തിട്ടുണ്ട്. 2-3 ടയർ എന്തായാലും മാറേണ്ടി വരും. അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ്, ബോണറ്റ്, ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ഡോറും ഗ്ലാസും ഇത്രയും കാര്യങ്ങൾ റീപ്ലേസ്ഡ് ആണ്. 1,78,000 അടുത്ത് ഓടിയിട്ടുണ്ട് വണ്ടി. പക്ഷെ അത്ര ഓടിയതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും വണ്ടിയിലില്ല, ഓടിക്കാനായാലും അതുപോലെ തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായാലും. ഇനി വണ്ടിയുടെ ഇൻഷുറൻസ്, RC അല്ലെങ്കിൽ ഓണർഷിപ്പ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞവർ ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് ജസ്റ്റ് നോക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്യുക. എപ്പോഴത്തേം പോലെ വണ്ടിയുടെ പ്രൈസും അതുപോലെ തന്നെ ലാസ്റ്റ് ഡീലും ഫിക്സ് ചെയ്യുന്നത് കസ്റ്റമർ ഡയറക്റ്റ് തന്നെയാണ്. കസ്റ്റമറെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും വണ്ടി ഉള്ള ലൊക്കേഷനും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു വണ്ടി കണ്ട അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും വെച്ചിട്ട് മേടിക്കുന്നവർക്ക് കുറച്ചും കൂടി ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അവർക്ക് വണ്ടീനെ പറ്റി അറിയാത്തവർക്കും
കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിലൂടെ. പിന്നെ യാത്ര, അതുപോലെ തന്നെ സമയമാണ് ഏറ്റവും നമുക്ക് വിലപ്പെട്ടത്. അങ്ങനെ ഒരു സമയവും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10 അല്ലെങ്കിൽ ഒരു 12 മിനിറ്റുള്ളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വണ്ടീനെ പറ്റി ഒരു ക്ലിയറായിട്ടൊരു പിക്ചർ എനിക്ക് തരാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ഒരു വണ്ടി സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതേപോലെ പരസ്യം ഇട്ട് തരാം. ഇതേപോലെ എന്ന് വെച്ചാൽ വണ്ടിയുടെ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയും. അതിനകത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിന് വേറെ സർവീസ് ചാർജോ അല്ലെങ്കിൽ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തരേണ്ടതില്ല. പുതിയൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്.